Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് ദാ നമ്മളെ വീണ്ടും ഈ വലിയ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ അനുവദിച്ചു. അത് വലിയ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. നമ്മളോട് ദൈവത്തിന് അത്രമേൽ സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് ഒരുമിച്ച് നന്നായിട്ട് ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവിനോട് അങ്ങേയറ്റം വലിയ ഒരു വ്യക്തിബന്ധം പുലർത്തുന്ന ഒരു ശുശ്രൂഷയായി കർത്താവ് ക്രമീകരിച്ചിരിക്കുകയാണ്. ഒന്ന് കരങ്ങൾ കൂപ്പിക്കെ, കണ്ണടച്ച് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ മനസ്സിൽ ഓർക്കുക. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവേ, 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 ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം വളർത്തിയെടുക്കുക. നമ്മുടെ മനസ്സിൽ ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ തെളിഞ്ഞു വരും. ഭൗതികമായ ഒത്തിരി കാര്യങ്ങൾ തെളിഞ്ഞു വരും. ആ കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാൻ തുടങ്ങും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണം. ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടണം. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ പ്രശ്നങ്ങളെ നിയന്ത്രണം ഏറ്റെടുക്കണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചോ. പ്രത്യേകിച്ച് നമ്മുടെ ബുദ്ധിക്ക് അസാധ്യമായ കാര്യങ്ങളുണ്ടാവും. ഒരുപക്ഷെ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല, ഭാരം, ചില ജോലി കാര്യങ്ങളുടെ ഭാരം, വിദേശത്തുള്ള മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കള്, മക്കളെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കള്, ഭാവി എന്താകുമെന്ന് വിഷമിക്കുന്ന യുവജനങ്ങള്, പഠന മേഖലകൾ അസ്വസ്ഥപ്പെടുന്ന കുട്ടികൾ, ഈ ശുശ്രൂഷ സമയത്ത് ഏത് വിഷയമാണെങ്കിലും പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ഈ ശുശ്രൂഷ സമയത്ത് വലിയ ദൈവശക്തി വെളിപ്പെടണമേ. കൈകൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ചോ പ്രാർത്ഥിച്ചോ. നിൽക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിന്റെ കാറ്റടിക്കട്ടെ, ദൈവിക ശക്തി വെളിപ്പെടട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വലിയൊരു കാറ്റടിക്കുന്ന അഭിഷേകം, തീ കത്തുന്ന അഭിഷേകം ഞങ്ങൾ സംഭവിക്കണമേ. ചേർന്നു ചേർന്നു കൈയടിച്ചു പാടിക്കേ നന്നായിട്ട്. ഈ മഴ പോലെ പെയ്തിറങ്ങൂ പരിശുദ്ധാത്മാവേ, പാവന റൂഹായേ, ആഗ്രഹത്തോടെ സ്നേഹമായി നിറഞ്ഞൊഴുകൂ പരിശുദ്ധാത്മാവേ. ചേർന്ന് ചേർന്ന് ഈ മഴ പോലെ പെയ്തിറങ്ങൂ പരിശുദ്ധാത്മാവേ, എന്റെ മേൽ സംഭവിക്കട്ടെ. സ്നേഹമായി നിറഞ്ഞൊഴുകൂ ആമേൻ, പരിശുദ്ധാത്മാവേ. ആമേൻ, ആമേൻ. കൃപയായി തെളിയൂ ദാസരിൽ നീ നിത്യസഹായകനേ. ആമേൻ. കൃപയായി തെളിയൂ ദാസരിൽ നീ നിത്യസഹായകനേ സംഭവിക്കട്ടെ. കൈകൾ ഉയർത്തി കൈയടിച്ചു. കൃപയായി തെളിയൂ ദാസരിൽ നീ നിത്യസഹായകനേ. കൃപയായി തെളിയൂ ദാസരിൽ നീ ചേർന്ന് പാടി. റൂഹായേ നിറയണമേ, സംഭവിക്കട്ടെ. ആത്മാവിൽ പടരണമേ. ഈ ശുശ്രൂഷ സമയത്ത് തന്നെ സംഭവിക്കട്ടെ. വലിയൊരു അഭിഷേകം വെളിപ്പെടണമേ. ആഗ്രഹിച്ചു പാടിക്കേ. റൂഹായേ നിറയണമേ, ആത്മാവിൽ പടരണമേ, പടരണമേ. അഭിഷേകത്തിൻ നിറവേകണമേ, ആത്മനാഥനേ. റൂഹായെ വിളിച്ച വിളിച്ചേ. റൂഹായേ നിറയണമേ, ആത്മാവിൽ പടരണമേ. ഓ റൂഹാ, അഭിഷേകത്തിൻ നിറവേകണമേ, ആത്മനാഥനേ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ, റൂഹായേ, ദൈവത്തിന്റെ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് കാറ്റടിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് വലിയ അഭിഷേകം വെളിപ്പെടട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. Praise the Lord. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ദേ ആ കൈകളൊക്കെ ഒന്ന് കൂപ്പി സന്തോഷത്തോടെ പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതും ഇടതൊക്കെ ആരെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു സ്തുതി കൊടുക്കണേ. എന്നിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇങ്ങനെ
വലിയ ഒരു ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു അല്ലേ? അതിൻ്റെ ഭാഗമാണിപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷയിൽ ഒരുമിച്ചായിരിക്കുന്നത്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, സാധിക്കുന്നവരൊക്കെ ബൈബിൾ എടുക്കണം. നോട്ട് ബുക്കും പേനയൊക്കെ പറ്റുമെങ്കിൽ എടുത്ത് ചില വചനങ്ങൾ, നമ്മുടെ ജീവിതത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ കിങ്ഡം ഓഫ് ഗോഡിലൂടെ നമ്മൾ പഠിച്ച് പ്രാർത്ഥിച്ച് ആരാധനയിൽ സമർപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ശുശ്രൂഷ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കൊരു കുഞ്ഞു വചനം, പക്ഷേ വളരെ ശ്രദ്ധേയമായ വചനമാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം, സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14, 14 അധ്യായം 16 തിരുവചനമാണ്. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 16, 14 തിരുവചനം. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. കൃത്യമായിട്ട് നമുക്കറിയാം, ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു സഹായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, സഹായകൻ, പാരക്ലീറ്റ, സഹായകൻ ഈശോ തന്നെയാണ്. ഇതാ പരിശുദ്ധാത്മാവിനെ നമുക്ക് സമ്മാനിക്കുന്നൊരു വചനഭാഗം. നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നൊരു കാര്യം, ഈ സഹായകനായ പരിശുദ്ധാത്മാവ് ഇത് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിനെ ചിലരൊക്കെ അവതരിപ്പിച്ച് കാണിച്ചിട്ടുള്ളത് പരിശുദ്ധാത്മാവിനെ ഒരു ശക്തിയായി അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളൊരു പക്ഷേ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്കകത്തേക്ക് ആ ഒരു ഇമേജാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് ഒരു കാറ്റായി, പരിശുദ്ധാത്മാവ് തീയായി, മഴയായി, എണ്ണയായി, ചിറകടിച്ചുയരുന്ന പ്രാവായി, അങ്ങനെ ഒത്തിരി ഇമേജസ് നമ്മുടെ തലയ്ക്കകത്തുണ്ട്. ഒത്തിരിയേറെ ചിന്തകളും ഓർമ്മകളുമുണ്ട്. എന്നാൽ നമ്മൾ ഒരു കാര്യം അല്പം കൂടെ ആഴത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പ്രതീകാത്മകമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇവയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് മാത്രമല്ല, ഈ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അപ്പം നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ അറിയാം എങ്ങനെയാണ് ഒരാളെ നമ്മൾ വേദനിപ്പിക്കുന്നത്. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് അല്പസമയം വചനത്തിൻ്റെ വെളിച്ചത്തിൽ ധ്യാനിക്കുമ്പോൾ ചിലർ പറയും പരിശുദ്ധാത്മാവ് ഒരു പോസിറ്റീവ് എനർജിയാണ്, പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് അങ്ങനെയാണ്. എന്നാൽ നമ്മൾ കൃത്യമാണ്, പരിശുദ്ധാത്മാവിന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ ഒരു വ്യക്തിയായിട്ടാണ് പരിശുദ്ധാത്മാവിനെ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഇത് എന്നല്ല, അവൻ വന്ന് എന്നുള്ളതാണ് അല്ലേ? ഇറ്റ് എന്നല്ല, ഹി എന്ന് പറയുന്നൊരു വേർഡ് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും ഈശോ പറഞ്ഞില്ലേ, നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ വന്ന്, ഇതല്ല, അവൻ വന്ന് ഒരു വ്യക്തിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. കേൾക്കാൻ കഴിവുള്ള, കാണാൻ കഴിവുള്ള, സംസാരിക്കുന്ന ഒരു വ്യക്തി. ഏറ്റവും നന്നായി നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിലാണ്. നിങ്ങൾക്ക് വായിച്ച് ധ്യാനിക്കാൻ 1-2 വചനങ്ങൾ എഴുതിയെടുത്തോളൂ. അതിൽ അപ്പസ്തോല പ്രവർത്തനം 13 അധ്യായം 2 തിരുവചനം, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 13 വേഴ്സ് 2. അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു, അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. എന്തു പറഞ്ഞു? ബർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു എന്നാണ്. മറ്റൊരു വചനം വായിച്ച് ധ്യാനിക്കാവുന്നത്, അത് യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 26 തിരുവചനമാണ്. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 26. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. അപ്പോൾ ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുന്നത് പോലെ, നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ദേ പരിശുദ്ധാത്മാവ്. റോമാലേഖനം 8 അധ്യായം 26 തിരുവചനം നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരാണ്. വ്യക്തിപരമായൊരു പ്രവൃത്തിയെക്കുറിച്ചാണ്. നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. 1 കൊറിന്തോസ് 12 അധ്യായം 11 തിരുവചനം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അവന് ഇഷ്ടമുള്ളത്,
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇഷ്ടമുള്ളത്. പരിശുദ്ധാത്മാവിന് ചില ഇഷ്ടങ്ങളുണ്ടെന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിന് എന്തുണ്ട്? ചില ഇഷ്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ റോമ 8:27 പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധാത്മാവിന് ചിന്തയുണ്ട്. ഈ പറഞ്ഞ വചനങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ടൊരു കാര്യം പറയുകയാണ്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ചിന്തയുണ്ട്, സംസാരിക്കുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന, ഇഷ്ടങ്ങളുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ വ്യക്തിയെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കുന്നുണ്ടോ എങ്കിൽ സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത്. എങ്ങനെയാണ് ഒരാൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത്? ഇതിനെക്കുറിച്ച് 3 ദൈവവചനങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ദൈവവചനം അത് എഫേസസ് ലേഖനം 4:30 സെൻറ്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 4:30 4:30 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഏതാ? എങ്ങനെയാണ് വേദന ഉണ്ടാകുന്നത്? ഇപ്പോൾ നമ്മൾ വായിച്ചത് 30 പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. എന്നാൽ എന്താണ് വേദനിപ്പിക്കുന്നത് എന്നുള്ളതിന് 25 മുതലുള്ള വചനം നമുക്കൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. 25 തൊട്ട് ഇങ്ങനെയാണ്: അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരുടെ സത്യം സംസാരിക്കണം. കാരണം നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. മോഷ്ടാവിനിമേൽ മോഷ്ടിക്കരുത്. അവൻ ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകം വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് ചെയ്യുവിൻ. അപ്പം ഇവിടെ അതേ കൃത്യമായി പൗലോസ്ലീഹ പറയാണ്, ആരാണ് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത്? കള്ളം പറയുന്നവർ, പ്രത്യേകിച്ച് നമ്മുടെ സംസാരത്തെ സൂക്ഷിക്കണം. കള്ളം പറയുന്നവർ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നു. മറ്റൊരു കൂട്ടരാണ് ക്ഷമിക്കാത്ത അവസ്ഥ. ചിലരുടെ ഉള്ളിലുണ്ടല്ലോ, ഞാൻ ക്ഷമിക്കുകയല്ല. അവരെപ്പോഴും അവർ പറയും അല്ലേ, ചത്താലും ഞാൻ ക്ഷമിക്കുകയല്ല. എന്നാളൊരു കൗൺസിലിങ്ങിൻ്റെ അവസരത്തിൽ ഒരു ചേട്ടൻ അവരുടെ വീട്ടിലെ വഴിപ്രശ്നം അതിനോട് ബന്ധപ്പെട്ടു, അച്ഛനോട് എനിക്ക് സ്നേഹമൊക്കെയാണ്, പക്ഷെ ചത്താലും ഞാൻ ക്ഷമിക്കുകയല്ല കേട്ടോ, ഇവന്മാരോട് ഞാൻ ക്ഷമിക്കാത്ത അവസ്ഥ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. വീണ്ടും അശുദ്ധമായ ജീവിതം ഉള്ളിൽ കൊണ്ട് നടക്കുക. അഹങ്കാരവും അസൂയയും സൂക്ഷിക്കണം. ഏതൊക്കെയാണ്? അഹങ്കാരവും അസൂയയും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പാപമേഖലകൾ. വീണ്ടും വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടും അത് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ അത് സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളെ തിരസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ നമ്മുടെ മുമ്പിൽ എഫേസസ് ലേഖനം 4:30 പറയുന്നു, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കേണ്ടത്, ഞാൻ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തികൾ ചെയ്ത് ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനോടുള്ള വ്യക്തിബന്ധത്തിൽ വേദനയും സങ്കടവും കൊടുക്കുന്നുണ്ടോ? ഇനി നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ ഒരു വചനഭാഗം അത് വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം 19-ാം തിരുവചനമാണ്. സെൻറ്റ് പോൾസ് ലെറ്റർ ടു തെസ്സലോനിയൻസ് ഫസ്റ്റ് ലെറ്റർ ചാപ്റ്റർ 5:19. വചനം ഇങ്ങനെയാണ്: ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. കെടുത്തിക്കളയരുത്. തീയുണ്ടല്ലോ കത്തി നിൽക്കുന്നു, അതിനെ കെടുത്തിക്കളയുക എന്നുള്ളതുപോലെ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവിനെ നീ കെടുത്തിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അത് ആ വ്യക്തിബന്ധത്തെ ഭാരപ്പെടുന്നതാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയല്ലേ, ആ വ്യക്തിയെ നീ ഏതെങ്കിലും തരത്തിൽ കെടുത്തിക്കളയുന്നുണ്ടോ? എങ്ങനെയാണ് കെടുത്തിക്കളയുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാതിരുന്നാൽ, പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനങ്ങൾ നമ്മൾ തിരസ്കരിച്ചാൽ അത് കെടുത്തിക്കളയുന്നതിന് തുല്യമാണ്.
എന്തെല്ലാം പ്രചോദനങ്ങളാണ് നമുക്ക് ദിവസവും കിട്ടുന്നത്. വചനം വായിക്കാൻ പ്രചോദനം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പ്രചോദനം, കുടുംബ പ്രാർത്ഥന അല്പം കൂടെ സജീവമായിട്ട് പങ്കെടുക്കാൻ പ്രചോദനം. 100,000 കാര്യങ്ങളിൽ നമുക്ക് പ്രചോദനം ലഭിക്കുന്നുണ്ട്. ഡു ഐ ലിസൺ ടു ദ വോയിസ് ഓഫ് ഹോളി സ്പിരിറ്റ്? ഞാൻ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ? നമുക്ക് പൊതുവെ ഇഷ്ടം ഏതാ? നമുക്ക് പൊതുവെ ഇഷ്ടം സോഷ്യൽ മീഡിയ പറയുന്നത് കേൾക്കാനാണ്. മൊബൈൽ ഫോൺ കുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ പോകുന്നു നമ്മൾ അറിയത്തില്ല. പക്ഷേ ഒരു വചന ശുശ്രൂഷയോ വചനം കേൾക്കാനോ പ്രാർത്ഥിക്കാനോ കിട്ടുന്ന അവസരം കിട്ടിയാൽ നമുക്ക് ബോറടിക്കുന്ന പോലെ തോന്നും. കാരണം എന്താണ്? അതിൽ വലിയൊരു രസമില്ല. മറ്റേതിന് രസമുണ്ട്. എത്ര മണിക്കൂർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികൾ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാലും, യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാലും, സിനിമ കണ്ടുകൊണ്ടിരുന്നാലും നമുക്ക് ക്ഷീണമില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളെ തിരസ്കരിച്ചാൽ പിന്നീട് കരയേണ്ടി വരും. പരിശുദ്ധാത്മാവ് നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള നിർദ്ദേശങ്ങളാണ്. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നൊരു മേഖല, അത് അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 51-ാം തിരുവചനം പറയുന്നു, നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നെന്നാണ് പറയുന്നത്. യുദ്ധം ചെയ്യുന്നു, ഫൈറ്റ് ചെയ്യുന്നു. ആരോട്? പരിശുദ്ധാത്മാവിനോട് ഫൈറ്റ് ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് എന്തെന്നാൽ, ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്ന നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. പൗലോസ്ലീഹ പറയുകയാണ്, നമ്മുടെ ഉള്ളിൽ വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ശരീരം ആഗ്രഹിക്കുന്നതൊന്ന്, ആത്മാവ് ആഗ്രഹിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, പിടിവലി നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ആരെയാണ് അനുസരിക്കുന്നത്? ശരീരത്തെ അനുസരിക്കാൻ പോയാൽ ജീവിതം എന്താവും? നമ്മുടെ പല അനുഭവങ്ങളും ചിന്തിച്ചാൽ മതി. ശരീരത്തിന് ഇഷ്ടം പോലെ ആഗ്രഹങ്ങളുണ്ട്. ഇത് പൂർത്തീകരിക്കാൻ പോകുന്നതനുസരിച്ച് നമ്മൾ ഭാരപ്പെടും, തകർന്ന് തരിപ്പണമാവും, കണ്ണുനീരിലാവും. പഴയ നിയമത്തിലെ യോനയെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ മതി. യോനയ്ക്ക് കൃത്യമായൊരു ദൈവിക നിർദ്ദേശം, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയുണ്ട്. നീ എങ്ങോട്ട് പോകണം? നിനവയിലേക്ക് പോകണം. എന്നാൽ അവൻ സ്വയം ചിന്തിക്കുകയാണ്. യോന ചിന്തിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളുണ്ട്, വഴി മാറ്റിവിട്ടു. പിന്നീട് എന്ത് സംഭവിച്ചെന്നുള്ളത് നമുക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളെ തിരസ്കരിച്ചാൽ പിന്നീട് വലിയ ഭാരപ്പെടും. നമ്മുടെ ശരീരത്തിന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല വിജയം. പ്രത്യേകിച്ചൊരു തീരുമാനമൊക്കെ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഞാനിത് പറയുമ്പോൾ ഈ കാലഘട്ടത്തിലെ തലമുറകൾ വളരെ ശ്രദ്ധിക്കണം. കാരണം വികാരങ്ങൾക്ക് മാത്രം അടിമപ്പെടുന്നൊരു തലമുറ, വൈബാണെന്നവർ. വൈബ്, എല്ലാ കാര്യത്തിനും വൈബാണ്. കഴിഞ്ഞ ദിവസം ധ്യാനത്തിന് വന്ന ഒരു ചെറുപ്പക്കാരൻ ക്ലാസ്സിൽ കയറാതെ പുറത്ത് നിൽക്കുന്നു. ഞാൻ അവനോട് പറഞ്ഞേട്ടാ ക്ലാസ്സിൽ കയറ്. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കിപ്പോൾ ക്ലാസ്സിലിരിക്കാൻ വൈബില്ല അല്ലേ? എല്ലാ കാര്യങ്ങളും വൈബാണ്. അപ്പൻ ഉപദേശിച്ചാൽ തന്ത വൈബ്, അമ്മ ഉപദേശിച്ചാൽ തള്ള വൈബ്, മൊത്തം വൈബാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഡ് അനുസരിച്ചാണ്. ഏത് മൂഡ്, എവിടുത്തെ മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് തീരുമാനമെടുക്കരുത്. ശരീരം ആഗ്രഹിക്കുന്നതനുസരിച്ചും തീരുമാനമെടുക്കരുത്. മറിച്ച് ആത്മാവിൻ്റെ പ്രചോദനങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മളോടൊക്കെ സംസാരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളോട് നമ്മൾ വിശ്വസ്തരായിരിക്കാനും പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാനും അനുസരിക്കാനുള്ള തീരുമാനം, അവിടെയാണ് അനുഗ്രഹവും നിത്യം നിലനിൽക്കുന്ന അനുഗ്രഹമുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ അവസരത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി സ്വീകരിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ? അതോ പരിശുദ്ധാത്മാവിനോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണോ? എങ്കിൽ ഈ ശുശ്രൂഷ സമയം നിന്നെ പ്രത്യേകമായി പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുകയാണ് വലിയൊരു സ്നേഹബന്ധത്തിലായിരിക്കാൻ. ഏതെങ്കിലും തരത്തിൽ പരിശുദ്ധാത്മാവിനോട് മല്ലടിച്ച് പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് തിരിച്ചു വരാം. പരിശുദ്ധാത്മാവിനെ നമുക്കൊരു വ്യക്തിയായി സ്നേഹിക്കാം. പരിശുദ്ധാത്മാവിനോട് നമുക്ക് ഏറ്റവും അടുത്തായിരിക്കാം. പരിശുദ്ധാത്മാവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള ആരാധന സമയത്ത് സാധിക്കുന്നവർ മുട്ടുകുത്തുക. പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി ഞാൻ സ്നേഹിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മേഖലകളിൽ സമർപ്പിച്ച് വലിയൊരു വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ ദൈവമേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, സ്തുതി ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനോട് മല്ലിടുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളെ നമ്മൾ തള്ളിക്കളയുന്നുണ്ടോ എന്ന് ഈ ആശീർവാദ പ്രാർത്ഥനാ സമയത്ത് ചിന്തിക്കുക. പരിശുദ്ധാത്മാവ് എന്നത് വ്യക്തിയാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളെ സ്വീകരിച്ച് നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കൾ. അതുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷം 12-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ഈശോ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുക, അനുസരിക്കുക. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ കേൾക്കാനും അനുസരിക്കാനുമുള്ള വലിയൊരു തീരുമാനം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുക. ഉള്ളിൻ്റെ ഉള്ളിൽ പറയുക, പരിശുദ്ധാത്മാവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു, ഞാൻ നിന്നെ ആദരിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 എൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെക്കുന്നു. ആ വലിയ പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും ഉള്ളുരുകി വിശ്വസിക്കുക, ആവർത്തിച്ചു പറയുക, പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. ആമേൻ. ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ. ആമേൻ. ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാനെന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. എല്ലാവരും വിശ്വസിച്ചെന്ന് പ്രഖ്യാപിച്ചേ. നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. ആത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാനെന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. ഇതൊരു തീരുമാനം പോലെ രണ്ട് കരങ്ങളും അൽത്താരയുടെ നേരെ നീട്ടിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനോട് പറയുക, പരിശുദ്ധാത്മാവെ, ഞാൻ നിന്നെ അനുസരിക്കും, പരിശുദ്ധാത്മാവെ, ഞാൻ എന്നും കൂടെ നിൽക്കും പരിശുദ്ധാത്മാവേ. ചേർന്ന് പാടിക്കേ. ഞാൻ നിന്നെ അനുസരിക്കും, ആമേൻ, ഞാൻ നിന്നെ അനുഗമിക്കും, ആമേൻ. ഞാനെന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. ഇതൊരു തീരുമാനമാണ്. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴികളിൽ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക, പരിശുദ്ധാത്മാവിനെ അനുഗമിക്കുക, പരിശുദ്ധാത്മാവിനെ ആരാധിക്കാൻ വലിയൊരു തീരുമാനം. ആ വലിയൊരു തീരുമാനം എടുത്ത് കരങ്ങൾ കൂപ്പി ഈ സമയത്ത് ഈ ആശീർവാദം സ്വീകരിക്കും. വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ എന്നും സ്നേഹിക്കും. അവിശ്വാസത്തോടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ നിന്നെ ആരാധിക്കും പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ ആരാധിക്കും പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാനെന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ
ഞാനെന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ.